ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ ഒന്ന് ശ്രമിച്ചു. കാരണം പിള്ളേർ അത്രയും ആഗ്രഹിച്ച് കൊണ്ടുവന്ന ഒരു പിക്ചർ. കാര്യം പറയാനുള്ള, നിങ്ങൾ അവിടെ നിൽക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ എക്സൈറ്റഡ് ആണ്. നമ്മൾ ടി വിയിലല്ല കാണുന്നേ, നേരിട്ടാ കാണുന്നേ. അതിൻ്റെ ഒരു ആവേശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അതിന് പുറത്തേക്ക് ചാടരുത്. ഡീൽ സമ്മതിച്ചോ? അതിന് പുറത്തേക്ക് വെളിയിലേക്ക് ചാടി കഴിഞ്ഞാൽ നമുക്കത് എന്താ ബുദ്ധിമുട്ടുണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് നിൽക്കുക, സേഫായ സ്ഥലങ്ങളിൽ നിങ്ങൾ നിൽക്കുക. വളരെ സ്പെഷ്യലായി മറ്റെന്തിനേക്കാളും മികച്ചത് കരുനാഗപ്പള്ളിക്ക് സ്വന്തമായിരിക്കുകയാണ്. ഒരു റൈറ്റ് ടൈം, അത്രയും ബ്ലെസ്ഡ് ആയിട്ടൊരു മൊമെന്റിൽ നമുക്ക് രശ്മിക മന്ദാന കേരളത്തിൽ ആദ്യമായി പാൻ ഇന്ത്യൻ സ്റ്റാർ. ഓ മൈ ഗോഡ്, പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നല്ല, പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയണം. സോ രശ്മിക മന്ദാന ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോ ആ ഒരു വിസിറ്റിംഗ് ആയിട്ട് അകത്തേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ ഷീസ് ഗോണ ഹാവ് എ ലോട്ട് ഓഫ് ഫൺ. കാരണം 85,000 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും വമ്പിച്ച ഒരു കളക്ഷൻ. കാരണം ഇതിന് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വെഡിങ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ രമേശ് പറഞ്ഞതുപോലെ തന്നെ കോസ്മെറ്റിക്സ്, പലതരത്തിലുള്ള അറ്റയർസ്, ഡിഫറെന്റ് കളക്ഷൻ, സാരീസ്, ലെഹങ്കാസ്. ഇപ്പൊ ഈ ഒരു എക്സിബിറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സിബിറ്റ്സ്. ഒരു എമർജൻസി ഉണ്ട്, കോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെൽഫികൾ ഉണ്ടെങ്കിൽ എന്തായാലും അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. നമുക്ക് ഷോറൂമിനകത്ത് ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് പോയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്, തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരുടെ മീറ്റ് ഡെഫിനറ്റ്ലി കുറേ ആഗ്രഹിച്ച് വന്നിട്ടുള്ളവരാണ്. അപ്പം അതുകൊണ്ട് അതൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു ഇൻട്രാക്ഷനൊക്കെ സെഗ്മെന്റ് അവിടെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ എല്ലാവരെയും കാണാനും നിങ്ങളുടെ സന്തോഷമൊക്കെ പങ്കുവെക്കാനും ഒക്കെ പറ്റിയൊരു ഗോൾഡൻ മൊമെന്റ് ആണ് ആക്ച്വലി ഇത്. ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അവരുടെ പ്രയാസം, ബുദ്ധിമുട്ട് ഒക്കെ മനസ്സിലാക്കുന്നു. മഴയത്തും ആ ബുദ്ധിമുട്ടേറിയ സമയത്തൊക്കെ അവർ ഒരുമിച്ച് നിന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബലമാണ്. പിന്നെ കുറെ അധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് വന്നിട്ടുണ്ട്. ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെലിവിഷൻ പ്രോഗ്രാംസിലും ലൈവ് ഷോസിലും ഇവൻ യൂട്യൂബ് ചാനലുകളിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും ഒക്കെ നമുക്ക് കണ്ട് പരിചിതമായ ഒരുപാട് മുഖങ്ങളുണ്ട്. അവിടുന്ന് കുറെ പേര് പറയുന്നത് ആ ലക്കി ഡ്രോയെ കുറിച്ചായിരിക്കും അല്ലേ? ലക്കി ഡ്രോ അല്ലേ? ലക്കി ഡ്രോ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ ലക്കി ഡ്രോ എടുക്കും. ലക്കി ഡ്രോ ഇപ്പോൾ തന്നെ നമുക്ക് അല്പസമയത്തിനകം, ഇപ്പൊ നമുക്ക് ഗസ്റ്റ് വന്നതേ ഉള്ളൂ. ഇപ്പൊ ഷോറൂമിനകത്ത് പോയി വളരെ പെട്ടെന്ന് തിരിച്ച് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലക്കി ഡ്രോ അനൗൺസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ മാനേജ്മെന്റ് പ്രതിനിധികൾ ഇവിടെ ഉണ്ടാവും. പിസ ആഡ്സ് ആൻഡ് ഇവന്റ്സിന്റെ ടീം മെമ്പേഴ്സ് ഇവിടെ ഉണ്ടാവും. നമുക്കൊരു ലക്കി ഡ്രോ ഉണ്ട്. വിന്നേഴ്സ് ആവുന്നവരെ കാത്തിരിക്കുന്ന 1,00,000 രൂപയുടെ സമ്മാനമാണ്. തീർച്ചയായിട്ടും അത് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരുപാട് പേരും കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരിക്കും. എല്ലാവരും കൂപ്പണുകളൊക്കെ ആ ബോക്സിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. നമുക്ക് ഉടനെ തന്നെ ആ ലക്കി ഡ്രോ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യേണ്ടതാണ്. ആരായിരിക്കും ആ ഭാഗ്യശാലി എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ലക്കി ഡ്രോ കുറച്ച് സമയത്തിനകം തന്നെ ഇവിടെ നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും മേൽവിലാസവും ഒക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? എഴുതിയിട്ടുണ്ട് എല്ലാവരും. ഇത് നമ്മൾ ആ പേര് മാത്രം അനൗൺസ് ചെയ്താൽ മതി. കുറെ പേര് എന്നോട് പറയുന്നത് ഒന്നകത്തേക്ക് പൊക്കോട്ടെ എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ നമുക്കൊരു ഗസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ട് ഡെഫിനറ്റ്ലി അതിന് ചെറിയ